ഞാൻ മുട്ട വെച്ചിട്ട് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ പക്ഷേ എനിക്ക് ഇന്ന് തോന്നി ഇങ്ങനെ ചെയ്താൽ ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കണം. ഒരു 3 എണ്ണം 4 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കാം ഒരുപാട് ആളുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ട ഇതങ്ങനെ ഈ അലുമിനിയം പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതാ, എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, മുട്ട നല്ലോണം അടിച്ചു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതും ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കാൻ പോവാണ്. മുട്ടയ്ക്കൊന്ന് ഇളകട്ടെ. കുക്കറിൽ വെള്ളം വെച്ചിട്ട് അടിയിലൊരു ഇതിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഞാനിതിനെ ഒന്ന് സ്റ്റീം ചെയ്യണം കേട്ടോ. ഒരു 15-20 മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോൾ ഞാനിതിനെ അടച്ച് വെക്കട്ടെ. ഇനി ഇതിലേക്ക് വെയിറ്റ് ഒന്നും ഇടില്ല. ഇതിൽ തനിയെ സ്റ്റീം വന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കുക്കാവും. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റീം ചെയ്തത് തുറക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ മുട്ട നന്നായി വെന്ത് ഇതാ കണ്ടോ, നന്നായി വെന്തു. ഇനി ഞാനിതിനെ എടുത്തിട്ട് എന്താണ് ചെയ്യണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ ഈ മുട്ട എല്ലാം ഇങ്ങനെ മുറിക്കുകയാണ്. നോക്കിക്കോളൂ, കുറച്ച് ആദ്യം മുറിച്ചു, അതിൻ്റെ വീഡിയോ പോയിട്ടോ അതിൻ്റെ അടുത്ത് നിന്ന്, അതുകൊണ്ടാണ് വീഡിയോ ക്യാൻസലായിപ്പോയി. ഇതെല്ലാം ഞാനിങ്ങനെ ഓരോ കഷ്ണമായിട്ട് ഇതങ്ങനെ മുറിക്കുകയാണ്. അത് നല്ലോണം ഒരു ദോശമാതിരി പുറത്തേക്ക് വന്നു. എന്നിട്ട് ഞാനത് മുറിക്കുമ്പോൾ അത് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ പോയത്. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാനിങ്ങനെ കഷ്ണമാക്കി കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് പാൻ വെച്ചു. ഒരു 2 ടീസ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കണേ. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10 എണ്ണം ഉണ്ടാവും കേട്ടോ, അത് കട്ട് ചെയ്തത് ഇടാൻ പോവാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുകയാണ് എന്തായാലും. ഇതൊന്ന് സോട്ടാവുന്ന നേരം കൊണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, നല്ല മണം വരുന്നുണ്ട്. ഉള്ളിയും കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു മണം. നന്നായി ഒന്ന് സോട്ടാവട്ടെ, സോഫ്റ്റ് ആവണം. അങ്ങനെ ബ്രൗൺ നിറമാവണമെന്നൊന്നുമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് സോട്ടാവും. ഇനിയിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാല, നിങ്ങൾക്ക് ഗരം മസാല, ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇടാം കേട്ടോ. ഈ ചിക്കൻ മസാല ഇടുമ്പോൾ നല്ലൊരു മണമാണ്. ഉള്ളിയും കറിവേപ്പിലയും ഈശ്വര അടിപൊളി മണം. ഞാൻ എൻ്റെ മുട്ട കുത്തി മുറിച്ചത് ഇതിലേക്ക് ഇടുക. നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങൾ വിചാരിക്കേണ്ടാവും മുട്ട മണ്ടാതെ ഓംലെറ്റ് ആക്കി തിന്നാൽ പോരെയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഇന്നോവേഷൻസ് കിട്ടുകയുണ്ടോ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോഴേ ഇതെന്താ കൊടുത്തിരിക്കണമെന്നും കൂടി അറിയില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി മറ്റേ കറി മസാല അത് ആഡ് ചെയ്യാം. ഇതിൻ്റെ എരിവ് ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്കിതിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ ഇതെല്ലാം കൂടി എനിക്കിവിടെ എരിവ് അധികം വേണ്ടാത്ത ആളായതുകൊണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഉണ്ടെങ്കിൽ ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിത് ഒരുപാട് ഡ്രൈ ആവണമെന്നൊരു സംശയം. ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഈ മുട്ട ഫ്രൈ, ഇത് നിങ്ങൾ വിചാരിക്കുന്നു കൊത്തിപ്പൊരിച്ചിട്ട് ചെയ്യാമെന്ന്. പക്ഷെ കൊത്തിപ്പൊരിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ എന്നെ ചെയ്ത് നോക്കാം. ഇത് നല്ലോണം ഒരു 4 മുട്ടയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കഷ്ണമായിട്ട് കിട്ടും. ഞാനിപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്തിരിക്കണം. 3 എണ്ണം 4 എണ്ണം വെച്ച് ചെയ്താൽ വളരെ ടേസ്റ്റാണ് കൂട്ടുകാരെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ മുട്ട ഫ്രൈ റെഡിയായി. ഇതിന് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഒരു മെനക്കേടില്ല. എന്താ കാരണം വെച്ചാൽ മുട്ട സ്റ്റീം ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. ഞാൻ 10 to 12 എന്ന് പറഞ്ഞുവെങ്കിലും 10 minutes ആകുമ്പോഴേക്കും തന്നെ അത് നന്നായി വരും. ഉള്ളി ജസ്റ്റ് ഒരുപാട് സ്റ്റീമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് വെള്ളം കയറും. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീം വന്ന ശേഷം നല്ല സ്റ്റീം വരാൻ തുടങ്ങി അതിനെ സിമ്മിലേക്ക് ആക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഈ സ്പെഷ്യൽ ഡിഷ് ഇത് ഞാൻ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളിത് മാറി ഒന്ന് നന്നായി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. സോ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. സീ യു ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. ഓക്കെ, ബൈ.